തഗ് ലൈഫ് എന്ന മണിരത്നം കമലഹാസൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ് നടക്കുന്ന സമയം വേദിയിൽ ആ സിനിമയിലെ ഗാനങ്ങൾ ഓരോന്നായി സിനിമയിൽ പാടിയവർ തന്നെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ അതിലെ മുത്തമഴை എന്ന ഗാനം പാടിയ ദി എന്ന ഗായിക അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ ഗാനത്തിൻ്റെ ട്രാക്ക് പാടിയത് അന്ന് പ്രശസ്ത ഗായികയായ ചിന്മയി ശ്രീപദമാണ്. വൈകാരികത നിറഞ്ഞ സന്തോഷം പ്രസരിപ്പിക്കുന്ന രീതിയിൽ ആ ഗാനം ചിന്മയി ആലപിച്ചപ്പോൾ അത് നിലയ്ക്കാത്ത കയ്യടികളോടെയാണ് സ്വീകരിക്കപ്പെട്ടത്. സിനിമയിലുള്ളതിനേക്കാൾ മനോഹരമായും തീവ്രതയോടും കൂടിയാണ് ആ ഗാനം ചിന്മയി അന്ന് പാടിയത്. 1 കോടിയിലധികം പേരാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ടകം ആ വീഡിയോ കണ്ടത്. സോഷ്യൽ മീഡിയയിൽ ആ ഗാനവും ചിന്മയിയും വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്മയി ഒരു തരത്തിൽ ഒരു മധുര പ്രതികാരമാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയോട് ചെയ്തത്. തഗ് ലൈഫിൻ്റെ ഹിന്ദി വേർഷനിലും തെലുങ്ക് വേർഷനിലും ഈ ഗാനം പാടിയത് ചിന്മയിയാണ്. ഇന്ത്യൻ സിനിമാ രംഗത്തെ കുലപതിയായ മ്യൂസിഷ്യനായ AR റഹ്മാന് പോലും ഈ സിനിമയുടെ ഹിന്ദി വേർഷനിലും തെലുങ്ക് വേർഷനിലും ചിന്മയെ കൊണ്ട് ആ ഗാനം പാടിപ്പിച്ചെങ്കിലും അതിൻ്റെ ഒറിജിനൽ വേർഷനിൽ തൻ്റെ പ്രിയ ശിഷ്യയും തമിഴ്നാട്ടുകാരിയും കൂടിയായ ചിന്മയിയെ പാടിപ്പിക്കാൻ കഴിയാത്തതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അത് ഒരു വിലക്കിൻ്റെ കഥയാണ്, ഒരു അപ്രഖ്യാപിത വിലക്കിൻ്റെ കഥ. മറ്റേത് ഫിലിം ഇൻഡസ്ട്രിയിലെയും പോലെ തന്നെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയും ഒരു പെൺകുട്ടിയോട് ചെയ്ത നീതികേടിൻ്റെ കഥ കൂടിയാണത്. തൻ്റെ 18ാമത്തെ വയസ്സിലാണ് ചിന്മയി ആദ്യമായി ഒരു സിനിമയ്ക്കായി പാടുന്നത്. അതും കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിലെ AR റഹ്മാന്റെ ഒരു ദേവൻ തന്ത പൂവേ എന്ന ഗാനത്തിന്. വളരെ പ്രശസ്തമായ ആ ഗാനം ഏറ്റവും നല്ല പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡിനുള്ള നോമിനേഷന് വരെ ചിന്മയിയെ പ്രാപ്തയാക്കി. ദേശീയ അവാർഡ് ലഭിച്ചില്ലെങ്കിലും ആ വർഷത്തെ ഏറ്റവും നല്ല പിന്നണി ഗായികയ്ക്കുള്ള തമിഴ്നാട് സംസ്ഥാന അവാർഡ് ലഭിച്ചത് ചിന്മയിക്കാണ്. പിന്നീട് ചിന്മയിയുടെ കാലമായിരുന്നു. ഒരുപാട് സിനിമകളിൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ ഒരുപാട് സിനിമകളിൽ ചിന്മയി പാടി. പല ഗാനങ്ങളും സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു. ചിന്മയി ഒരു ഗായിക മാത്രമായിരുന്നില്ല, ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. വിവിധ ഭാഷകളിൽ ഒരുപാട് സിനിമകളിൽ അവിടുത്തെ നായികമാർക്ക് വേണ്ടി ചിന്മയി തൻ്റെ ശബ്ദം കൊടുത്തു. നമുക്കേറെ പരിചയമുള്ള 96 എന്ന സിനിമയിലെ തൃഷയുടെ ആ മനോഹരമായ പക്വതയാർന്ന ശബ്ദം മറ്റാരുടേതുമായിരുന്നില്ല, അത് നമ്മുടെ ചിന്മയുടേതായിരുന്നു. മാത്രമല്ല, വിണ്ണൈ താണ്ടി വരുവായ എന്ന തമിഴ് സൂപ്പർ ഹിറ്റ് സിനിമയിൽ തൃഷയ്ക്ക് വേണ്ടി ചിന്മയി ഡബ്ബ് ചെയ്തപ്പോൾ അതിൻ്റെ തെലുങ്ക് വേർഷനിൽ സാമന്തിക്ക് വേണ്ടി തെലുങ്ക് ഡബ്ബ് ചെയ്തതും തൃഷയായിരുന്നു. അവിടെയും നിൽക്കുന്നില്ല, അതിലെ ഹിന്ദി വേർഷനിൽ ആമി ജാക്സന് വേണ്ടി ശബ്ദം നൽകിയതും ചിന്മയായിരുന്നു. ഒരു സിനിമ